ഭയങ്കര ഹാപ്പി ആയിട്ട് ഇല്ല, ചിരിച്ചൊക്കെ അത് ഇരിക്കും. ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഫ്രീക്വൻസി ഈ ഒരു 3 ആഴ്ച കൊണ്ട് എന്നിൽ ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആഹ് ഞാൻ എല്ലാവരും ശരിക്കും ഇങ്ങനെ പറയുന്നത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ ഒരു 2 മിനിറ്റ് തന്നു കഴിഞ്ഞാൽ എന്റെ ഒരു സ്റ്റോറി പറഞ്ഞുതരാം. പറഞ്ഞോ, അപ്പൊ പറഞ്ഞു, ചിലപ്പോ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവുകയും ചെയ്യും. പറഞ്ഞു, പറഞ്ഞു. എനിക്ക് 44 വയസ്സായി. ആഹ് ഞാൻ ലൈഫിൽ ഏറ്റവും വലിയൊരു ക്രൂഷ്യൽ സ്റ്റേജിലൂടെ കടന്നുപോയത് കഴിഞ്ഞ വർഷമാണ്. അത് 2021 ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരുന്നു. പക്ഷെ ഞാനത് ആ സമയത്ത് ചിലപ്പോൾ ഒരു ഡിപ്രഷൻ ട്രാക്കിലൂടെ വരെ ഞാൻ പോയിട്ടുണ്ടായിരിക്കാം. എനിക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷെ ഞാൻ അപ്പോഴൊക്കെ സ്വയം മനസ്സോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഡോണ്ട് ഗീവ് അപ്പ്, അറ്റ് ദിസ് മൊമെന്റ് വിൽ പാസ് എന്നുള്ളത്. ഞാനത് ഓവർകം ചെയ്ത് ഞാൻ വേറൊരു ജോലി നേടി, കുറച്ചുകൂടി ബെറ്റർ സാലറിയിൽ അങ്ങനെ പോയി ഞാനത് ഓവർകം ചെയ്തു. അപ്പൊ ഞാൻ അന്നേരത്ത് ചിന്തിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഈ പോസിറ്റീവ് തോട്ട്സ് നമ്മളിൽ ഉണ്ടെങ്കിലും അതിനൊരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. അതിന് ഈ ടെക്നിക്കലി സിസ്റ്റമാറ്റിക്കലി പോയി കഴിഞ്ഞാൽ ഇത് നടക്കുള്ളൂ എന്ന് എനിക്കറിയാം. അതിനൊരു ഗൈഡൻസ് വേണം നമുക്ക്. അതാണ് ഷീജ മാമിന്റെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസിലൂടെ ആ ഒരു സ്പാർക്ക് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ ഇതിൽ ആദ്യം ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്തു, പിന്നെ ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ അത് സ്റ്റാർട്ട് ചെയ്തു. മാർച്ച് 18 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. മാർച്ച് 19 ഒരു എൻഡോസ്കോപ്പി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഫാറ്റ് ലിവറായിട്ട് ലിങ്ക് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. വേറെ പ്രശ്നം ഉണ്ടായില്ല. എനിക്ക് അപ്പോഴൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഒറ്റ ക്ലാസ്സും ഞാൻ മിസ് ചെയ്തിട്ടില്ല. ഞാൻ എല്ലാ ക്ലാസ്സും ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം. അതിന്റെ ഇടയിൽ എനിക്കൊരു 3 എക്സാം ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്ന ജോബുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അതിന്റെ ഒരു PG ലെവൽ കോഴ്സുകൾ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ. അത് ഇനിയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു 3 എക്സാം ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത്. അപ്പൊ ഇത് പോകുന്നതെല്ലാം മാമിന്റെ പറയുന്ന ഈ ക്ലാസ്സിലൂടെ കിട്ടിയിട്ടുള്ള ഇപ്പൊ പോസിറ്റീവ് തോട്ട്സ് കോൺസ്റ്റന്റ് ആയിട്ട് അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് കൂടാണ്ട് അഫർമേഷൻ, ബ്ലെസ്സിങ്സ്, വിഷ്വലൈസേഷൻ, ഇതെല്ലാം ഉള്ളിലുണ്ടെങ്കിലും ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പോ ഈ 3 എക്സാമിന് പോയി, അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. അപ്പൊ ഈ പോണത് മാം പറയണ പോലെ പോകുന്നതിന് മുമ്പ് താങ്ക് യു. ഈ മറ്റൊരു പോസിറ്റീവ് തോട്ട് എന്ന് പറയുന്നത്, നേരത്തെയൊക്കെ എപ്പോഴും പ്രയർ ചെയ്യുമ്പോ അനുഗ്രഹിക്കണേ എന്നാണ് പറയുന്നത്. അത് ഫ്യൂച്ചർ ആണല്ലോ. ഇതൊരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാൻ തുടങ്ങി. അതായത് അനുഗ്രഹിച്ചതിന് നന്ദി എന്നുള്ള ആ ഒരു ടെൻസിലേക്ക് മാറി. അവിടെ തുടങ്ങി ചേഞ്ചസ് വരാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്യുമ്പോഴും, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു. ഇപ്പൊ അനിതാര മാം പറയുന്നുണ്ടായിരുന്നു ട്രെയിനിൽ വെച്ചിട്ട് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, ബിന്ദു മാം പറയുന്നുണ്ട്, ശാരദ മാം പറയും, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയും. അപ്പൊ ഞാനും അത് ചിന്തിക്കരുത്. നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിൽ അത് ചിന്തിച്ചിട്ട് അനുഗ്രഹിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഇന്നലെ ഞങ്ങളുടെ പ്രൊജക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൺസൾട്ടൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കൺസൾട്ടന്റ് HSC ഓഫീസറാണ്. അപ്പൊ ഞാനാണിത് ഇതുപോലെ ഇപ്പൊ മാം ചെയ്യുന്നത് പോലെ PPT വെച്ചിട്ട് സ്ലൈഡ് വെച്ചിട്ട് ഡെലിവർ ചെയ്യേണ്ടത് ഞാനാണ്. അപ്പൊ അതിൽ ക്ലയന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും, കോൺട്രാക്ടർ ഉണ്ടാവും. കോൺട്രാക്ടറെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡീൽ ചെയ്യാം. പക്ഷെ ക്ലയന്റിന് നമ്മൾ റെസ്പെക്ട് കൊടുത്താലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാനിത് ഈ പറയുന്ന പോലെ എന്താണ് അനുഗ്രഹിച്ചതിന് നന്ദി, മീറ്റിംഗ് സക്സസ്ഫുൾ ആയിട്ട് നടന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ വളരെ കൂളായിട്ട്, എഫർട്ട്ലെസ്സിലായിട്ട്, ഭയങ്കര ഫ്രീ ആയിട്ടാണ് എല്ലാം ചെയ്തു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 3 ആഴ്ച കൊണ്ട് എനിക്ക് കിട്ടിയൊരു പോസിറ്റീവ് വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഞാൻ പിന്നെ അത് എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോട്ട് ചെയ്തോണ്ടിരിക്കും, ഒബ്സർവ് ചെയ്യാറുണ്ട്. പിന്നെ സമയം കിട്ടുമ്പോൾ പറയാൻ എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചാണ് ഞാൻ. എനിവേ താങ്ക് യു ഫോർ യുവർ മെന്റർഷിപ്പ്. താങ്ക് യു സോ മച്ച്.